പ്രിയപ്പെട്ട നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, ഇവിടെ അതായത് നമ്മുടെ ഒറ്റപ്പാലത്ത് ഫെസ്റ്റിവൽ ഉണ്ട്. എന്ത് ഫെസ്റ്റാണെന്നറിയോ? വെള്ളൂനാടൻ ഫെസ്റ്റ്. വെറും ഫെസ്റ്റ് എന്നല്ല, വെള്ളൂനാടൻ ഫെസ്റ്റ്. എൻ്റെ മുതലോളെ സംഭവം എന്തായാലും കിഡുവാണ് കേട്ടോ. ഒരു പൂരപ്പറമ്പിൽ കയറി പ്രതീതിയൊക്കെ ഉണ്ടാകും. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ എൻ്റർ ചെയ്തു. ടിക്കറ്റിന് സംഭവം വെറും 100 രൂപയുള്ളൂ കേട്ടോ. കുട്ടികളെയും കൊണ്ടും ഫാമിലീനെയും കൊണ്ടൊക്കെ വരാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഫെസ്റ്റ് തന്നെയാണ് സംഭവം. എന്തായാലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കണ്ടത് കടലിൻ്റെ അടിയിൽ കൂടെ പോണ പോലത്തെ ഒരു ഫീലാണ്. കുറേ മീനുകൾ, അയില, മത്തി, ചാല, ചൂര, ഇതൊന്നുമല്ല, വേറെ വെറൈറ്റി അടിപൊളി കാണാൻ രസമുള്ള കളറ് മീനുകളാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. സംഭവം കുറേ റീൽസിലൊക്കെ ഞാൻ ഈ പരിപാടി കണ്ടിട്ടുണ്ടെങ്കിലും ഈ അണ്ടർ വാട്ടർ അക്വേറിയത്തിൻ്റെ അടിയിൽ കൂടെ നടന്നു പോകാനുള്ള ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കിട്ടണത്. അതെന്തായാലും പറയാണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ട് അത് കളർ തന്നെയായിരുന്നു. അങ്ങനെ കുറേ നേരം ആകാശത്തേക്ക് നോക്കി നിൽക്കണ മാതിരി ആ മീനുകളൊക്കെ നോക്കി നിന്നു. ഞങ്ങൾ കുറേ വർത്താനം പറഞ്ഞു. അങ്ങനെ വർത്താനം പറഞ്ഞ് ലാസ്റ്റ് അതൊരു അയൽക്കൂട്ടായി. ഞാൻ പറയണ എല്ലാ പൊട്ടത്തരം അവർ ചിരിച്ചോണ്ട് കേട്ട് നിന്നു കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം. അങ്ങനെ പിന്നെ കയറി ചെന്നത് ഒരു മാജിക്കൽ വേൾഡിലേക്കാണ് കേട്ടോ. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ ലൈറ്റുകളും മരങ്ങളും പൂക്കളും സ്റ്റാച്യൂസും ലൈവ് പേടിപ്പെടുത്തുന്ന ഡ്രാഗൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നൊന്നും അങ്ങനെ ആർക്കും പേടിപ്പിക്കാനൊന്നും പറ്റൂല. ഞാനാരാ മോള്, അതൊക്കെ പോട്ടെ. പിന്നുള്ള സംഭവമാണ് നമ്മുടെ സെറ്റ് സംഭവം, നമ്മുടെ അവതാറ് ഷോ. ഈ ഒരു സാധനം കാണാതെ തന്നെ അങ്ങോട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. സംഭവം കറക്റ്റ് എക്സാക്ട്ലി അതന്നെ. അങ്ങനെ നേരിട്ട് അവതാരണമൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ വേഗം വന്നോളിയും. ചെനക്കത്തൂരാണ് ഈ ഫെസ്റ്റ് ഇപ്പോൾ നടക്കുന്നത്, ഒറ്റപ്പാലത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറിച്ചല്ല കുറേ സ്റ്റോളുകൾക്കാണ്. അതായത് കുറേ ഡ്രസ്സുകൾ, അതേപോലെ തന്നെ ഫാൻസി ബുക്സ്, പിന്നെ പഴയകാല മിഠായി എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എന്താ പറയുക, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ മിഠായിസ് കണ്ടു. നാരങ്ങ മിഠായി, അതേപോലെ തന്നെ പുളി മിഠായി, പിന്നെ കളർ മിഠായി, അതൊക്കെ നല്ല രസമായിരുന്നു. ജോക്കർ മിഠായി ഒക്കെ ഓർമ്മയുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അതൊന്നും വാങ്ങുകയൊന്നും ചെയ്തില്ല കേട്ടോ, ജസ്റ്റ് കണ്ടു. പിന്നെ കുറേ സ്ട്രീറ്റ് ഫുഡ് പോലത്തെ കുറേ ഫുഡുകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പാനിപൂരി, പാവ് ബജ്ജി, പിന്നെ അതേപോലെ തന്നെ കുറേ ഫ്രൈഡ് ഐറ്റംസ്, അതൊക്കെ ആയിരുന്നു സംഭവങ്ങൾ കുറേ വേറെ അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. പിന്നെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു, കുട്ടികൾക്കും ഫാമിലീസിനും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ഇല്ലേ, അതായത് മറ്റേ ജെയിൻറ്റ് വീല്, ഊഞ്ഞാൽ, ഗൺ ഷൂട്ട്, അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു. ഒരു അഡ്വഞ്ചറിലും കയറാത്ത ഞാൻ അങ്ങനെ ആ ജെയിൻറ്റ് വീലിൽ കയറി കേട്ടോ. സംഭവം കുറച്ച് പേടിയൊക്കെ ആയിട്ടാണ് കയറിയത്. കുറച്ച് പേടിച്ച് നിലവിളിച്ചെങ്കിലും ആദ്യത്തെ പേടി പിന്നെ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കാണുമ്പോൾ ഒരു അടിപൊളി വൈബായിരുന്നു. അത് പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ കയറുമ്പോൾ കുറച്ചൊക്കെ പേടിക്കും. അത് പോട്ടെ. പക്ഷെ കറങ്ങിയിട്ട് ഫുൾ ആ പ്രദേശമൊക്കെ കണ്ടപ്പോഴേ അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നൈസായിട്ട് ഇറങ്ങി. അപ്പോൾ ഈ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.